3 പതിറ്റാണ്ടായുള്ള അധ്യാപന ജീവിതം. അതിനിടയ്ക്ക് സ്വന്തം വിനോദത്തിനായി കുറച്ച് സമയം മാറ്റിവെച്ചു. ഇന്ന് 10,000-കണക്കിന് ചരിത്ര സാധനങ്ങളുടെ നാണയങ്ങൾ, കറൻസികൾ, ചരിത്ര സംഭവങ്ങളുടെ ഒക്കെ ശേഖരമുള്ള ഒരു അധ്യാപകനെയാണ് ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത്. നമസ്കാരം സർ. നമസ്കാരം. സെൽവരാജ് ജോസഫ് എന്നാണ് ഈ അധ്യാപകന്റെ പേര്. തീരദേശ നിവാസിയാണ്. കഴിഞ്ഞ 32-33 വർഷങ്ങളായി അധ്യാപന ജീവിതവും അതിനോടൊപ്പം തന്നെ കുട്ടികളിലെ സർഗവാസനകളൊക്കെ വളർത്താൻ ഒരുപാട് പ്രയത്നിച്ച ഒരു അധ്യാപകൻ കൂടിയാണ്. ഇത് സെൽവരാജ് ജോസഫ്, തിരുവനന്തപുരത്തെ തെക്കേ അറ്റത്ത് പൊഴിയൂർ തെക്കേ കൊല്ലങ്കോട് ഗ്രാമത്തിലെ അധ്യാപകൻ. 1981 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നപ്പോൾ തുടങ്ങിയ സ്റ്റാമ്പ് ശേഖരം ഇന്ന് 55ാം വയസ്സിലും തുടരുകയാണ് സെൽവരാജ് ജോസഫ്. വിശുദ്ധ അൽഫോൺസാമയുടെ തിരുവസ്ത്ര ശേഷിപ്പ്, 350 രാജ്യങ്ങളിലെ നാണയങ്ങൾ, കറൻസികൾ, 1969 മുതലുള്ള KSRTC ടിക്കറ്റുകൾ, ചെഗുവേര ചിത്രമുള്ള സ്റ്റാമ്പ്, നാട്ടുരാജ്യങ്ങളിലെ നാണയങ്ങൾ, പുരാവസ്തുക്കൾ തുടങ്ങി 100 ലക്ഷം കോടി രൂപയുടെ കറൻസി മുതൽ 30 വെള്ളിക്കാശ് വരെ സെൽവരാജ് ജോസഫിന്റെ ശേഖരത്തിലുണ്ട്. 2022 മികച്ച അധ്യാപകനുള്ള കേരള സർക്കാർ അവാർഡ് കൂടി സ്വന്തമാക്കിയ ഈ അധ്യാപകന്റെ ജീവിതത്തിലേക്കാണ് പോകുന്നത്. എന്ത് തോന്നുന്നു? ഇന്ന് റിട്ടയർഡായി കുറച്ച് ദിവസത്തിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. ഏകദേശം 100ഓളം എക്സിബിഷനുകൾ സാറിന്റെ കയ്യിലുള്ള എല്ലാ സംഭവ ബഹുലമായ എല്ലാ ശേഖരങ്ങളും വെച്ച് നടത്തി കഴിഞ്ഞു. ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ആദ്യം തന്നെ എന്റെ ചോദ്യം, എന്ത് തോന്നുന്നു അങ്ങയുടെ ഒരു ജീവിതത്തെ കുറിച്ച്? വളരെ സന്തോഷം തോന്നുന്നു. കാരണം 33 വർഷമായിട്ട് അധ്യാപകനായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇതുവഴി ഒരുപാട് അറിവ് കൊടുക്കുവാനായിട്ട് കഴിഞ്ഞു. പറഞ്ഞു കൊടുക്കൽ മാത്രമല്ല, കാണിച്ചു കൊടുത്തുകൊണ്ടുള്ള അറിവും കൂടിയാണ്. ഇതിനു പുറമെ നമ്മൾ സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ കൗതുകമുണർത്തുന്ന വിസ്മയകരമായ കാഴ്ചയും അതിലൂടെ അറിവും കൊടുക്കുവാൻ കഴിയും. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ 104 എക്സിബിഷൻ ഞാൻ നടത്തി കഴിഞ്ഞു. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള എക്സിബിഷൻ നടക്കുന്നത് വലിയ പട്ടണങ്ങളിലാണ്. ബാംഗ്ലൂർ, ചെന്നൈ, ഇങ്ങനെയുള്ള കേരളത്തിൽ കൊച്ചി, തിരുവനന്തപുരത്തൊക്കെ വലിയ എക്സിബിഷനൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ഇത് ഗ്രാമങ്ങളിലെ ആളുകൾക്ക് കാണാനായിട്ട് അത് സാധിക്കില്ല. അത് നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയൊക്കെയാണ് പലരും അത് കണ്ടാസ്വദിക്കുന്നത്. പക്ഷേ ഞാനിത് നേരിട്ട് കാണിക്കുകയാണ്, അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഗ്രാമങ്ങളിലെ സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും ഇത് കൊണ്ടുപോയി ലാഭേച്ഛ കൂടാതെ തന്നെ കൊണ്ടുപോയി കുട്ടികളെയും മുതിർന്നവരെയും ആളുകളെയൊക്കെ അധ്യാപകർക്കും അല്ലെ ഇതൊരു വലിയൊരു അറിവും പഠനവും കൂടെയാണെന്ന് തോന്നുന്നു. ഞാൻ ചോദിക്കുന്നത്, അങ്ങ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ ഏകദേശം 10,000-കണക്കിന്, ഞാനും അങ്ങയുടെ എക്സിബിഷൻസ് കണ്ടിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ 10,000-കണക്കിന് ചരിത്രപരമായ എല്ലാ രാജ്യങ്ങളുടെയും നാണയങ്ങളുണ്ട്, കറൻസികളുണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ള കറൻസിയും ഉണ്ട്, ഏറ്റവും ചെറിയ കറൻസിയും ഉണ്ട്. ഏകദേശം 1 കോടിയെങ്കിലും കയ്യിലുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്, അല്ലേ? അങ്ങനെയൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ അതിപ്പോ നമുക്ക് വിലമതിക്കാത്ത സാധനങ്ങളാണ്. അതിനൊന്നും വിലയിട്ടിട്ടില്ല, കൃത്യമായിട്ടൊരു വില പറയാൻ സാധിക്കില്ല. അപ്പൊ ഞാനത് ഏകദേശ കണക്കിൽ അത് കോടിക്കണക്കിന് രൂപയുടെ ഒരു ശേഖരം അങ്ങയുടെ കയ്യിലുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല, അത്രത്തോളം ഇല്ല. ഞാൻ പറയുന്നത്, നമ്മൾ ഈ ചില സാധനങ്ങൾക്ക് മൂല്യം ഇടാൻ പറ്റില്ലല്ലോ. ഞാൻ വിൽക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് ജനങ്ങളെ കാണിക്കാനും വിദ്യാർത്ഥികളെയൊക്കെ കാണിച്ച് അറിവ് പകരുക എന്നുള്ള ലക്ഷ്യം മാത്രമേ. അതിൻ്റെ അപ്പുറത്തായിട്ടുള്ള അതിൻ്റെ മൂല്യങ്ങളോ മറ്റൊന്നും നോക്കുന്നില്ല. അപ്പോൾ എൻ്റെ വരുമാനത്തിൽ അല്ലെങ്കിൽ ശമ്പളത്തിൽ നിന്നുള്ള ചെറിയ തുകകളാണ് ഇതിനെ വിനിയോഗിച്ചുകൊണ്ടിരുന്നത്. അത് ഇങ്ങനെയാണ് ഇത് വാങ്ങി. ഞാൻ അതാണ് ചോദിക്കുന്നത്, എങ്ങനെയാണ് ഇങ്ങനെ ഒരു രീതിയിലേക്ക് സെൽവരാജ് ജോസഫ് എന്ന് പറയുന്ന തീരദേശത്തെ പൊഴിയൂർ എന്നൊരു തീരദേശ ഗ്രാമത്തിൽ ജനിച്ച ഒരു വ്യക്തി അവിടെ നിന്ന് ഏതെങ്കിലും വലിയ തരത്തിലുള്ള ഒരു മാതൃകകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതായിരിക്കും ഉത്തരവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് ഇങ്ങനെ ഒരു ലൈഫ് തന്നെ ഒരു കൺവേർട്ട് ചെയ്ത് പോയത് ഇങ്ങനെ ഒരു ശേഖരണത്തിലേക്ക്? ഞാൻ ഈ പൊഴിയൂരിലെ മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ ഒരു അംഗമാണ്. അച്ഛൻ മത്സ്യത്തൊഴിലാളിയായിരുന്നു. ഞാനും പഠനം വരെ കടൽ മീൻ പിടിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ 1981 8ാം ക്ലാസ്സിലെ പഠനം വലിയതുറ റീജിയണൽ ടെക്നിക്കൽ ഹൈസ്കൂൾ ഫിഷറി സ്കൂളിലായിരുന്നു, ബോർഡിംഗ് ആയിരുന്നു. അപ്പോൾ അവിടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു സഹപാഠിയുടെ കയ്യിൽ സ്റ്റാമ്പ് ഇരിക്കുന്നത് കണ്ടിട്ട് ആ ഒരു കൗതുകം തോന്നിയിട്ടാണ് അങ്ങനെ സ്റ്റാമ്പ് കളക്ഷനിലോട്ട് തിരിഞ്ഞത്. അപ്പോൾ ആ സമയം തന്നെ നമുക്ക് ഈ തീപ്പെട്ടിക്കൂട്, സിഗരറ്റ് കൂട്, ഈ കളക്ഷനൊക്കെ ഉണ്ട്. ഈ കൂട്ടുകാരുടെ കൊച്ചു കൂട്ടുകാരുടെ കളികളിൽ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ടിക്കറ്റ്
അങ്ങനെയൊക്കെ ഹോബി. പിന്നെ 1992 ഞാൻ അധ്യാപകനായിട്ട് മാറുന്നത്. അതിനുശേഷം പിന്നെ ശമ്പളം കിട്ടി തുടങ്ങിയത് മുതലാണ് ഇങ്ങനെ വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങാനും, പിന്നെ കുട്ടികൾക്ക് ടീച്ചിങ് എയ്ഡായിട്ടാണ് അന്ന് തുടങ്ങിയത്. പിന്നെ അതിന് ശേഷമാണ് പിന്നെ എക്സിബിഷനിലോട്ട് പോകുന്നത്. ഈ അധ്യാപന ജീവിതത്തോടൊപ്പം തന്നെ ഇത് കൊണ്ട് നടക്കുമ്പോൾ ഈ ഒരു എക്സിബിഷൻ സമയത്തുണ്ടാകുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകാം. കാരണം അങ്ങ് ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്യുന്നത്, പക്ഷെ ചില അനുഭവങ്ങൾ, അതാണ് സാലറി ഈ ഒരു വിഷയത്തിൽ, അതാണ് നമുക്ക് കിട്ടുന്ന ഒരു വേതനം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ ഹൃദയസ്പർശിയായത്? ഹൃദയസ്പർശിയായ ഒരു അനുഭവം ഉണ്ടായത് ആലപ്പുഴ ജില്ലയിലെ കാട്ടൂർ എന്ന് പറയുന്ന ഒരു സ്കൂളിൽ ഇതിൻ്റെ ഒരു പ്രദർശനം നടത്തി. അപ്പോൾ അന്ന് അത് കാണാൻ വന്ന ഇതുമായി ബന്ധപ്പെട്ട് ഹോബിയുള്ള ഒരു മനുഷ്യൻ, അമേരിക്കയിൽ വലിയൊരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഇതെല്ലാം കണ്ടിട്ട് എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് പറഞ്ഞിട്ട്, എനിക്ക് ഇതെല്ലാം വേണം, നിങ്ങൾക്ക് എത്ര രൂപ വേണോ ചോദിച്ചോളൂ ഞാൻ തരാം എന്നാണ്. എത്ര രൂപയാണോ ചോദിച്ചോളൂ ഞാൻ തരാം, എനിക്കിതെല്ലാം വേണം. ഞാൻ സ്നേഹപൂർവ്വം അത് ഒഴിവാക്കി. അതുപോലെ തന്നെ നമ്മൾ ഈ എക്സിബിഷൻ ഞാൻ പറഞ്ഞല്ലോ, ഗ്രാമങ്ങളിലാണ് നമ്മൾ കൂടുതൽ ഇത് കോൺസെൻട്രേറ്റ്. അപ്പോൾ അവിടെ വരുമ്പോൾ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വിസ്മയമാണ്. നമ്മുടെ എക്സിബിഷൻ്റെ പേര് തന്നെ വിസ്മയ കാഴ്ച എന്നാണ്. അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര വിസ്മയമാണ്. അപ്പോൾ അവർ അതിശയത്തോടെ ചോദിക്കും, ഇത് എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്, ഇതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല, കേട്ടിട്ടൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടിട്ടേ ഉള്ളൂ, പക്ഷേ ഇത് ആദ്യമായിട്ടാണ് നേരിൽ കാണുന്നത്. അങ്ങനെയുള്ള സന്തോഷം പങ്കുവയ്ക്കാറുണ്ട്. അത് കാണുമ്പോഴാണ് നമ്മളുടെ ഈ കഷ്ടപ്പാടൊക്കെ സന്തോഷമായി മാറുന്നത്, ഹൃദയം നിറയുന്ന അനുഭവങ്ങളൊക്കെ മാറുന്ന അങ്ങനെയാണ്. ഏതെങ്കിലും ഇതിലൊരു അംഗീകാരം, അതായത് നമുക്ക് ഏതെങ്കിലും പ്രധാനപ്പെട്ട, ഇപ്പം നമ്മൾ ചിലപ്പോൾ മുഖ്യമന്ത്രി ഒന്ന് ഇത് കൊള്ളാം എന്ന് പറയുന്നത് പോലെ അത്തരത്തിൽ പ്രധാന വ്യക്തികളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള ഒരു അംഗീകാരം ലഭിച്ചിട്ടുണ്ടോ? അംഗീകാരം നമ്മൾ ഒത്തിരി മന്ത്രിമാരും ഒത്തിരി ജനപ്രതിനിധികളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട്. എല്ലാവരും നേരിൽ കണ്ടിട്ട് അഭിനന്ദനങ്ങൾ ഒത്തിരി അറിയിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ ഹൃദയസ്പർശിയായത് നമ്മുടെ കവടിയാർ കൊട്ടാരത്തിൽ നമ്മുടെ പത്മശ്രീ അശ്വതി തിരുനാൾ തമ്പുരാട്ടി ഇങ്ങനെ ഈ കളക്ഷനെല്ലാം തിരുവിതാംകൂർ നാണയങ്ങളുടെയും ഈ സ്റ്റാമ്പുകളുടെയൊക്കെ എല്ലാം കളക്ഷൻ കണ്ടിട്ട് നന്നായിട്ടൊന്ന് അഭിനന്ദിച്ചു. അദ്ദേഹം അതെ കയ്യൊപ്പിടുകയും ചെയ്തു നമ്മുടെ പ്രദർശന വസ്തുവിൽ. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ ആദ്യ കുഞ്ഞുനാളിൽ കളക്ട് ചെയ്ത KSRTC ബസ് ടിക്കറ്റുകൾ, അതെല്ലാം അന്ന് മുതൽ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇന്ന് ആൽബമാക്കി സെറ്റ് ചെയ്തു. ഇന്നത്തെ മന്ത്രി ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ, ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെ കാണിക്കുകയും അദ്ദേഹവും അഭിനന്ദിക്കുകയുണ്ടായി. അങ്ങയുടെ ഒരു ജീവിത രീതി, അതായത് ഒരു മാതൃകകളും ഇല്ലാതെ ജീവിച്ച ഒരു വ്യക്തി ഇതിലേക്ക് എത്തിപ്പെടുന്ന ഒരു അധ്യാപകനായി ഇന്ന് ഈ ഒരു റിട്ടയർമെന്റിന് ശേഷവും അങ്ങ് ഇത് ആസ്വദിച്ച് ഈ ഒരു ലൈഫിലൂടെ മുന്നോട്ട് പോവുകയാണ്. നിരവധി വ്യക്തികളുമായുള്ള കോണ്ടാക്ട്സ് ഉണ്ടായി, മന്ത്രിമാരായിരുന്നാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അശ്വതി തിരുനാൾ തമ്പുരാട്ടി. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ അഭിനന്ദനം ഏറ്റുവാങ്ങുന്നു. സെൽവരാജ് ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു തീരദേശ മേഖലയിൽ നിന്ന് ഈ ഒരു ലെവലിലേക്ക് എത്താനുണ്ട്? ഒരു കഥ ഒന്ന് പറയാമോ, ഒരു അനുഭവം, ജീവിതം? അതെ, ഞാനീ പറഞ്ഞില്ലേ, മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ ഒരംഗമാണ്. അച്ഛൻ മത്സ്യത്തൊഴിലാളിയായിരുന്നു. പഠന സമയത്തും അച്ഛനോടൊപ്പം ഞാൻ ഈ വള്ളത്തിൽ ചാളത്തടിയിലാണെന്ന് കടലിൽ പോകുമായിരുന്നു, മീൻ പിടിക്കാനായിട്ട് പോകുമായിരുന്നു അച്ഛനോടൊപ്പം. പക്ഷേ അന്നും ഈ നമുക്ക് ജീവിച്ചു പോകാനുള്ള വരുമാനമേ ഉള്ളൂ. ചെറ്റക്കുടിലാണ് താമസം. അപ്പോൾ മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന വീട്ടിലൊക്കെയാണ് കിടന്നുറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ കഷ്ടപ്പാടൊക്കെ കണ്ട് വളർന്നതാണ് ഞാൻ. അപ്പോൾ അന്നത്തെ ആ ഒരു ബുദ്ധിമുട്ടും ആ കഷ്ടപ്പാട് ജീവിതമൊക്കെ കണ്ടാണ് പിന്നെ പഠിച്ച് ഒരു ജോലി സമ്പാദിക്കാനും അതുവഴി നല്ലൊരു ജീവിതം, ഇന്നിപ്പോൾ മോശമില്ലാത്ത വലിയ അത്യാഗ്രഹമുള്ള വലിയ ആഡംബര ജീവിതം അല്ലെങ്കിലും ജീവിച്ചു പോകാനുള്ള സമ്പത്ത് കിട്ടിയത് നല്ലൊരു. അപ്പോൾ അതിൽ നിന്നുകൊണ്ടാണ് ഈ കളക്ഷൻ ശേഖരിക്കുകയും ഇത് വിദ്യാർത്ഥികൾക്ക് മാതൃകയാവുന്ന രീതിയിൽ പ്രദർശനം നടത്തി അറിവ് കിട്ടി അവരെയും ഈ വഴിക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നത് ആ രീതിക്കാണ്. ഏതെങ്കിലും ഒരു അനുഭവം പങ്കുവെക്കാറുണ്ടോ? ഇതിൻ്റെ ഒരു ശേഖരണ സമയത്ത് ഉണ്ടായ ശേഖരിക്കുമ്പോഴുണ്ടായ ഹൃദയസ്പർശിയായ ഏതെങ്കിലുമൊക്കെ അനുഭവം? കാരണം ഒരുപാട് രാജ്യങ്ങളുണ്ട്, ഒരുപാട് രാജ്യങ്ങളുടെ കറൻസികൾ, ഇതൊന്ന് കേട്ട് കേൾവി പോലും ഇല്ലാത്ത പല രാജ്യങ്ങളും ഇതിലൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്, അങ്ങ് ശേഖരിക്കുന്നത്
ഒരു പ്രത്യേക ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കിയല്ല. അതായത് ഇപ്പോൾ നാണയങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ കറൻസികൾ മാത്രമല്ല, പുരാവസ്തുക്കൾ മാത്രമല്ല, സ്റ്റാമ്പുകൾ മാത്രമല്ല, എല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ളൊരു ശേഖരണമാണ്. അതിനർത്ഥം ഒരുപാട് പഠനങ്ങൾ ആവശ്യമുണ്ട്, ഒരുപാട് അതുമായി ബന്ധപ്പെട്ട അനേകം സമയം ചെലവഴിക്കേണ്ടിയുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു ശേഖരണത്തിന്റെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു പ്രത്യേക അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഈ പറയുന്ന ശേഖരിക്കുന്ന കാര്യത്തിൽ കളക്ഷൻ ചെയ്യുന്ന ആളുകൾ പലതരം ആളുകളാണ്. ഇപ്പം ചിലരാണെങ്കിൽ കറൻസികൾ മാത്രം ശേഖരിക്കും, അതിൽ തന്നെ വിദേശ കറൻസികൾ മാത്രം ശേഖരിക്കും, അല്ലെങ്കിൽ ഈ പോളിമർ പ്ലാസ്റ്റിക് കറൻസികൾ മാത്രം ശേഖരിക്കും, അല്ലെങ്കിൽ ഇന്ത്യൻ കറൻസി മാത്രം ശേഖരിക്കും. അത് തന്നെ റിസർവ് ബാങ്ക് ഗവർണർ ഒപ്പിട്ട മാതൃകയിൽ ചെയ്യും, അല്ലെങ്കിൽ 1 രൂപ നോട്ട് മാത്രം, അല്ലെങ്കിൽ ചിലർ ഇന്ത്യൻ നാണയം മാത്രം, അല്ലെങ്കിൽ പ്രിൻസിലി സ്റ്റേറ്റിലെ നാണയം മാത്രം. അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗം, 1-2 വിഭാഗം മാത്രമേ ചിലർ കൈവയ്ക്കൂ. പക്ഷേ ഞാൻ കണ്ടെടുത്തോളം ഞാൻ ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിക്കുന്നതായിട്ട് മനസ്സിലാകുന്നു. അങ്ങനെ ഞാനൊരു ദിവസം പ്രത്യേകം എടുത്ത് നോക്കിയപ്പോൾ ഏകദേശം 25ഓളം വിഷയങ്ങൾ ഇതിൽ. അങ്ങയുടെ കയ്യിൽ 25ഓളം വിഷയങ്ങളുണ്ട്. പുരാവസ്തുക്കൾ എന്ന് പറഞ്ഞാൽ നാണയത്തിൽ തന്നെ ഇപ്പോൾ ഇന്ത്യൻ നാണയങ്ങൾ, വിദേശ നാണയങ്ങൾ, ഇനി പ്രിൻസിലി സ്റ്റേറ്റ് കോയിൻസ്, അങ്ങനെ അത്തരത്തിൽ നോക്കുമ്പോൾ 25ലധികം വിഷയങ്ങൾ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? അങ്ങനെ വീട്ടിൽ തന്നെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? വീട്ടിൽ തന്നെയാണ്, ലോക്കറെല്ലാം വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ പ്രദർശനത്തിന് നമ്മൾ വയ്ക്കുമ്പോൾ ഉള്ള ഒരു ടെൻഷനുണ്ട്. സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ശേഖരിച്ച് വെച്ചിരിക്കുന്ന ആളുകളുണ്ട്. ഇവർക്കൊക്കെ പ്രദർശനത്തിന് വെക്കാനായിട്ട് പേടിയാണ്. മോഷണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചില സാധനങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വാങ്ങാൻ പാടാണ്. അപ്പോൾ പൈസയല്ല പ്രധാനം, പൈസ കൊടുത്താലും ആ നഷ്ടപ്പെട്ട ചില വസ്തുക്കൾ തിരിച്ചു കിട്ടാനായിട്ട് ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ പരസ്യമായിട്ട് എന്നെപ്പോലെ പ്രദർശിപ്പിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ എനിക്കത് വിഷയമല്ല. പക്ഷെ എല്ലാം എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ട്. ഞാൻ എന്തായാലും കരുതലോടെയാണ് ചെയ്യുന്നത്. എങ്കിലും ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ജനങ്ങളിൽ അറിവ് കൊടുക്കുക, ജനങ്ങളിൽ കൗതുകം ഉണർത്തുന്ന അറിവ് കൊടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങയുടെ കയ്യിലുള്ളതിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സാധനം ഏതാണ്? എനിക്ക് തോന്നുന്നത് ഏറ്റവും വിലപിടിപ്പുള്ളതെന്നുള്ള റോമൻ നാണയമാണ്. അത് യൂദാസിന് ഒറ്റിക്കൊടുത്തതിന് കിട്ടിയ 30 വെള്ളിക്കാശ് കേട്ടിട്ടുണ്ടാവും. ആ മാതൃകയിലുള്ള ഒരു നാണയമാണ്, ആ റോമൻ നാണയമാണ്. അതിപ്പോൾ എന്നെ ഇപ്പോൾ കോടി രൂപ തരണമെന്ന് പറഞ്ഞാലും ഞാനത് കൊടുക്കില്ല. ആ ഒരു രീതിയിൽ. അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ 2-3 സമയത്ത് ചിലരൊക്കെ ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എത്ര ഈ മുഴുവൻ എനിക്ക് തരാമോ, എത്ര രൂപ ആണെങ്കിൽ തരാം. അവർക്ക് ഇത്തരത്തിലുള്ള ശേഖരണമുള്ള വ്യക്തികളല്ല, അവര് ഹോബിയായിട്ട് തോന്നിയിട്ട്. കാരണം ഇത് എൻ്റെ അധ്വാനം എന്ന് പറയുന്നത് സാധാരണ ഒത്തിരി പേർക്ക് ഇങ്ങനെ ഹോബി ഉണ്ട്, അവരൊക്കെ ഇത് കൂട്ടി ഇങ്ങനെ വച്ചിരിക്കലാണ് പരിപാടി. പക്ഷേ ഞാൻ അങ്ങനെയല്ല, പ്രദർശനത്തിന് കണക്കായിട്ട്. അതായത് ഞാൻ എക്സിബിഷൻ നടത്തുമ്പോൾ അവിടെ നിന്ന് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാ വസ്തുക്കളിലും അതിൻ്റെ ടൈറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഏതാണെന്നുള്ളത്. അപ്പോൾ പ്രിൻ്റ് എടുത്ത് അതിൻ്റെ പഠനം നടത്തി അതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടും കൂടെ വെച്ചിട്ടുണ്ട്. അത് ചെയ്തെടുക്കൽ വലിയ ജോലി തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 300 ഡെസ്കിൽ വയ്ക്കാനുള്ള ഷീറ്റുണ്ടെന്ന് പറഞ്ഞാൽ വലിയ 3 കല്യാണ മണ്ഡപം നിറച്ച് പ്രദർശിപ്പിക്കാനുള്ള ശേഖരണം അങ്ങയുടെ കയ്യിലുണ്ട്. ഇത് എല്ലാം ഈ ഒരു ശേഖരണം എന്നുള്ളത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. അതായത് പലതും പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. അതുപോലെ തന്നെ പുറത്തുള്ളവരാണെങ്കിലും പല സുഹൃത്തുക്കളും ഒക്കെ ആണെങ്കിൽ തരുമായിരിക്കും. അതിനപ്പുറത്തേക്ക് ഇത് പ്രദർശനത്തിന് അനുയോജ്യമാക്കി മാറ്റണമെങ്കിലും ഒരു ചിലവുണ്ടല്ലോ. അതെല്ലാം അങ്ങയുടെ ഈ അധ്യാപന ജീവിതത്തിലെ കിട്ടുന്ന സാലറിയിൽ നിന്ന് തന്നെയാണോ ചെയ്യുന്നത്? അതിന് എന്തെങ്കിലും സ്പോൺസർഷിപ്പോ അങ്ങനെയൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല? അപ്പൊ അതിന്റെ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മറ്റൊരു ലെവലാണ്. കാരണം അധ്യാപകർക്കായിരുന്നാലും വിദ്യാർത്ഥികൾക്കായിരുന്നാലും ഇത്രത്തോളം വസ്തുക്കൾ നേരിട്ട് കണ്ട് അത് തൊട്ടറിഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ള ഒരു ഇതാണ്. ഏത് സമയത്താണ് ഈ അധ്യാപന ജീവിതം തന്നെ വളരെ ബിസി ലൈഫല്ലേ, നമുക്ക് ഭയങ്കര തിരക്കാണ്. അങ്ങ് 19 വർഷത്തോളം പ്രഥമ അധ്യാപകനായിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതിനിടയ്ക്ക് എങ്ങനെ ഇതിനൊക്കെ ഒരു സമയം കണ്ടെത്തി? സമയം കണ്ടെന്നത് വീട്ടിലെത്തിയതിന് ശേഷമുള്ള സമയം തന്നെയാണ്. നമ്മൾ വൈകിയാണ് ഉറങ്ങുന്നത്. അപ്പോൾ 12-1 മണി വരെയൊക്കെ ഈ സംഗതികൾ നിൽക്കും. പിന്നെ ഭാര്യയുടെ മറ്റ് ഇടപെടൽ കാരണമാണ് പിന്നെ പെട്ടെന്ന് മതിയാക്കി. അപ്പോൾ നമ്മുടെ ആരോഗ്യമെല്ലാം ശരിക്കും ഇതിനു വേണ്ടി തന്നെയാണ് ചിലവാക്കിയത്. ഒരുപാട് കഷ്ടപ്പാടുകൾ ഇതിൻ്റെ പിന്നിലുണ്ട്.
അപ്പോൾ ലക്ഷ്യം ആളുകൾക്കുള്ള വിജ്ഞാനം പകരുക എന്നുള്ളതായിരുന്നു. വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക, ആ ഒരു ലക്ഷ്യത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഓരോ വസ്തുക്കളും ഓരോ കാലഘട്ടത്തിന്റെ രേഖപ്പെടുത്തൽ കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ അറിയണമെങ്കിൽ അതിനെ കുറിച്ചുള്ള ചരിത്ര പഠനം കൂടെ ആവശ്യം വരും. ഇപ്പൊ കാരണം സാറിന് അത് എക്സിബിറ്റ് ചെയ്യണമെങ്കിൽ ആ വിഷയത്തെ കുറിച്ച് കൃത്യമായിട്ട് അറിയണം, അതിനുള്ള നോട്ട്സ് ഉണ്ടാക്കണം, അത് എഴുതി വെക്കണം. അപ്പോൾ ചരിത്രത്തോട് നേരത്തെ ഒരു താല്പര്യമുണ്ടോ? എങ്ങനെയാണ് അങ്ങനെ ഒരു സിദ്ധി കിട്ടിയത്? സിദ്ധി കിട്ടിയത് ഇപ്പോൾ ഞാൻ ആദ്യം ഈ ഇതിലോട്ട് വരുന്ന സ്റ്റാമ്പ് എന്ന് പറഞ്ഞല്ലോ, അതിനുശേഷം വരുന്നത് പിന്നെ രാജ്യങ്ങളിലെ നാണയങ്ങളും കറൻസികളും ശേഖരിച്ചുകൊണ്ടാണ്. അപ്പോൾ പിന്നെ ഒരു ലക്ഷ്യം വന്നു, എല്ലാ രാജ്യങ്ങളുടെയും കറൻസികളും എല്ലാ രാജ്യങ്ങളുടെയും നാണയങ്ങളും ശേഖരിക്കുക. അങ്ങനെ അത് നേടി. അപ്പോൾ നമുക്കിപ്പോൾ UN അംഗീകരിച്ച 193 രാജ്യവും പിന്നെ ക്ഷണിക്കപ്പെട്ട 2 രാജ്യങ്ങളും ചേർത്ത് 195 രാജ്യങ്ങളാണ് അംഗീകൃത രാജ്യങ്ങളുള്ളത്. അപ്പോൾ ആ രാജ്യങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും, മനസ്സിലായില്ലേ? അതുപോലെ നാണയങ്ങളുടെ കൂട്ടത്തിൽ എടുക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ 350-ലധികം രാജ്യങ്ങളുണ്ട്. അപ്പോൾ 195 രാജ്യങ്ങൾ അംഗീകൃതം, അല്ലാതെ വരുന്ന ഡെഡ് കൺട്രീസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് ഇങ്ങനെ 350 വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പഠനം നമ്മൾ ഓരോ നാണയങ്ങളും ഓരോ കറൻസി കിട്ടുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും, അതിൻ്റെ കാലഘട്ടവും അതിലടങ്ങിയിരിക്കുന്ന ചിത്രവും അതുമായി ബന്ധപ്പെട്ട മിക്കവാറും കമ്മമറേറ്റീവ് നാണയങ്ങളും കറൻസികളായിരിക്കുമല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കും. എങ്ങനെയാണ് ഈ നാണയ ശേഖരണത്തിന് ഇപ്പൊ 350ഓളം രാജ്യങ്ങളിൽ അങ്ങ് സഞ്ചരിച്ചിട്ടുണ്ടാകില്ല. അപ്പൊ ഇത് അങ്ങിലേക്ക് എത്തിക്കുന്ന ആ ഒരു വഴി എങ്ങനെയാണ്? സൗഹൃദങ്ങളാണോ, അതല്ല എങ്കിൽ ഏതെങ്കിലും വാട്സപ്പ് കൂട്ടായ്മകളുണ്ടോ, അതല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിൽ പോസ്റ്റലായിട്ട് ആരെങ്കിലും അയച്ചു തരുന്നതാണോ? എങ്ങനെയാണത്? ഇതിപ്പോ ഞാൻ ഇതുവരെ ഈ നിമിഷം വരെ ഇന്ത്യ വിട്ട് മറ്റൊരു രാജ്യത്ത് പോയിട്ടില്ല. ആണോ? ഓക്കെ. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ UAE, കാനഡ, പാകിസ്ഥാൻ, ശ്രീലങ്ക ഇതൊക്കെ നമുക്ക് അയൽ രാജ്യങ്ങൾ, അങ്ങനെയുള്ള നാണയങ്ങളും കറൻസികളൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ഈ സ്വിറ്റ്സർലാൻഡും ഉഗാണ്ടയും സെർബിയ അങ്ങനെയുള്ള മാസിഡോണിയ എന്ന് പറയുന്ന രാജ്യങ്ങളൊക്കെ അത് നമ്മൾ വില കൊടുത്ത് വാങ്ങേണ്ടി വരും. അപ്പോൾ ഞങ്ങൾക്ക് ഫിലാറ്റലിക് ആൻഡ് ന്യൂമിസ്മാറ്റിക് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ. അപ്പോൾ നമ്മൾ ചൈത്ര ഹോട്ടലിൽ എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച അവിടെ ഞങ്ങൾ മീറ്റിംഗ് കൂടാറുണ്ട്. ഞങ്ങൾ 140ഓളം അംഗങ്ങളതിൽ ഉണ്ട്. നമ്മുടെ കേരളത്തിലെ പ്രസിദ്ധനായ ചരിത്രാധ്യാപകൻ പ്രൊഫസർ ഡോക്ടർ ശശിഭൂഷൺ സാറൊക്കെ ഞങ്ങളുടെ അംഗങ്ങളാണ്. അപ്പോൾ അവിടെ മാസം തോറും ഈ മീറ്റിംഗ് നടക്കുമ്പോൾ അവിടെ ഓരോ വിഷയത്തിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ, വ്യത്യസ്തങ്ങളായ ക്ലാസ്സുകളുണ്ടാകും, അങ്ങനെ പഠിക്കാം. പിന്നെ അവിടെ ഇത് സെയിൽ ചെയ്യാനായിട്ട് പല രാജ്യങ്ങൾ സന്ദർശിച്ച് ഇത് നമുക്ക് തരാനായിട്ട് പലരും വാങ്ങിക്കൊണ്ടുവരും. നമ്മൾ നമ്മുടെ ആഗ്രഹം അനുസരിച്ചുള്ള പൈസ കൊടുത്ത് അത് വിലയ്ക്ക് വാങ്ങാം. അങ്ങനെയാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാസത്തിലൊരിക്കലെങ്കിലും നമ്മുടെ രാജ്യത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ വലിയ പട്ടണങ്ങളിൽ ഇതുപോലുള്ള എക്സിബിഷനൊക്കെ സംഘടിപ്പിക്കും. അവിടെ വരുമ്പോൾ ഒത്തിരി 50ഓളം ഈ സെയിൽസ്മാൻമാരവിടെ ഇത് കൊണ്ടുവരും. അപ്പോൾ അവിടെ പോയി നമുക്ക് വാങ്ങാം. കേരളത്തിലിപ്പോൾ ഇന്നും നാളെയാണെന്ന് തോന്നുന്നു കണ്ണൂരിലും ഇതുപോലെ ഒരു എക്സിബിഷൻ നടക്കുകയാണ്. ഇങ്ങനെയുള്ള എക്സിബിഷനിൽ നമ്മൾ ജൂലൈ മാസങ്ങളിൽ ഒന്നിടവിട്ടുള്ള വർഷം നമ്മളിവിടെ തിരുവനന്തപുരത്ത് ഭാഗ്യമാല ഓഡിറ്റോറിയത്തിൽ ഈ സംഘടന പാന എന്ന് പറയുന്ന സംഘടനയുടെ എക്സിബിഷൻ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ അവിടെയും ഇതുപോലെ കൊണ്ടുവരും, നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാം. അങ്ങയുടെ ഈ ഒരു ജീവിതത്തിലെ നല്ലതും ചീത്തതുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. നല്ല അനുഭവങ്ങൾ പലതും പറഞ്ഞു. പല സ്ഥലങ്ങളിലും എക്സിബിഷനായൊക്കെ വിളിച്ച് അങ്ങ് പോകാറുണ്ടല്ലോ. എന്തെങ്കിലും മോശമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ മോശമായ അനുഭവം എന്ന് പറയുന്നത് പ്രദർശനത്തിനായിട്ട് വിളിക്കുമ്പോൾ ഞാനങ്ങനെ പ്രത്യേകിച്ച് സാമ്പത്തിക അങ്ങനെ എഗ്രിമെൻറ്റോ അങ്ങനെ അതിനുള്ള ശ്രമം നടത്തിയിട്ടില്ല. എങ്കിലും നമ്മളൊരു പ്രദർശനം കൊണ്ടുപോകുമ്പോൾ നമുക്ക് വാഹനത്തിലല്ലേ കൊണ്ടുപോകും, അത് മാൻ പവർ വേറെ, ഈ കൊണ്ടുപോകാനും കൊണ്ടുവരാനുള്ള യാത്രാ ചെലവുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ചിലർ ആ രീതിയിൽ മാനിക്കാറില്ല, ഒന്നും തരാതെ ഒന്നും മിണ്ടാതെ അങ്ങ് പോകുന്നവരുണ്ട്. ചിലർ സ്കൂളുകളിലാണ്, ചിലർ അർഹമായിട്ടുള്ള സാമ്പത്തികം തരാറുണ്ട്, ചിലവുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഒന്നും തരാതെ പറഞ്ഞിരിക്കുമ്പോൾ മനസ്സിൽ ഒരു വിഷമം തോന്നാറുണ്ട്. അത് മാത്രമല്ല ഇവര് സഹായിക്കാൻ ചില സമയത്ത് നമ്മൾ വരുന്ന സമയത്ത് കുറേ പേര് സഹായിക്കാനൊക്കെ കാണും. പിന്നെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ പാട്ടിനങ്ങ് പോകും. നമ്മുടെ സ്കൂളിലെന്ന് പറഞ്ഞാൽ 10 to 4 ആണ്. അപ്പോൾ 4 മണിയാകുമ്പോൾ എല്ലാവരും ഇറങ്ങി പോകും. പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെട്ട് ഇതെല്ലാം പാക്ക് ചെയ്ത് പോകുന്ന അവസരങ്ങളുണ്ടായിട്ടുണ്ട്. മിക്കവാറും സ്ഥലങ്ങളിൽ നല്ല അനുഭവങ്ങളുണ്ട്,
ചിലരൊക്കെ നമ്മളെ സന്തോഷത്തോടെ എല്ലാം സഹായിച്ച് യാത്രയാക്കുന്നവരുണ്ട്. ഇതുപോലുള്ള മോശം അനുഭവങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. അത് വിഷമകരമായ ഒരു സാഹചര്യം തീർച്ചയായിട്ടും തന്നെയാണല്ലേ? തീർച്ചയായിട്ടും. ആരോടായിരുന്നാലും. അതെ അതെ തീർച്ചയായിട്ടും. നമ്മൾ ഇതൊരു കഷ്ടപ്പാട് വേറെ, നമ്മളിതെല്ലാം ചെയ്ത് വരുമ്പോൾ ഒരു നന്ദി എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. അതെ, അല്ലെങ്കിൽ ആ കാരണം ഇത് രീതിയിൽ സാറിന്റെ ഒരു അസറ്റ് ആണ് അവിടെ കൊണ്ടുപോയി അവർക്ക് എല്ലാ അറിവിനായി ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനുള്ള ഒരു ബഹുമാനം കൂടെ ആ ഒരു സാധനങ്ങൾക്ക് നൽകണം അല്ലേ? അതെ അതെ സാധനങ്ങൾക്കും ആളിനും ഒരു ആളിനും സുരക്ഷയും അതിന്റെ കാര്യങ്ങളും ഒരുക്കേണ്ടത് അവരുടെ കടമയാണ്. പക്ഷെ ചിലർ അർഹമായിട്ട് അങ്ങനെ ചെയ്യാറില്ല. ചെലവിന്റെ കാര്യം മാത്രമല്ല, മറ്റ് മൈൻഡ് ചെയ്യാത്ത രീതിയിൽ പോകുന്ന ആളുകളുമുണ്ട്. എന്തുകൊണ്ട് അതിനൊരു ഫീസ് വയ്ക്കുന്നില്ല? ഇത്തരത്തിൽ ഒരു എക്സിബിഷൻ നടത്തണമെങ്കിൽ ഇത്ര രൂപ, അതൊക്കെ സാധാരണ എല്ലായിടത്തും തന്നെ കാണുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ട് സാർ അത് വേണേൽ ചെയ്യാം. മിക്കവാറും ചെയ്യുന്നവർ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഈ ഒരു സംഗതിയിൽ സാമ്പത്തികം കാണുന്നില്ല, സാമ്പത്തിക ലാഭം കാണുന്നില്ല. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറിവ് കൊടുക്കുക എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്ക്, പഠിക്കുന്നവർക്ക് അറിവ് കൊടുക്കുക എന്ന് തന്നെയാണ് പ്രധാനം. പിന്നെ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ചിലവുകൾ, നമ്മൾ വരുന്നതിൻ്റെ യാത്രാ ചിലവുകൾ പ്രതീക്ഷിക്കും. ഇനി കയ്യിൽ നിന്ന് പൈസ ഇട്ട് നമ്മൾ കയ്യിൽ നിന്നിട്ട് പൈസ ചെയ്യാൻ പാടില്ല, ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ അത് ചെയ്യുന്നവർ ഒരു മാന്യമായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്, മനസ്സിലാക്കി ചെയ്യണം. അതെ അതെ. നമ്മൾ ഒരുപാട്, അതായത് ഈ പുരാവസ്തുക്കൾ അതുപോലെ തന്നെ കറൻസികൾ ഇതെല്ലാം ഒറിജിനൽ ആകുമ്പോഴാണ് അതിന്റെ ശേഖരണത്തിന്റെ ഏറ്റവും വലിയൊരു മാറ്റം, അല്ലെങ്കിൽ അതിന്റെ ഒരു സത്തുള്ളത്. അല്ലാതെ ഇതിന്റെ മോഡൽസ് വ്യാജ, നമ്മൾ മോൺസൺ മാവുങ്കലിനെയൊക്കെ കണ്ടു ഇത്തരത്തിൽ വ്യാജ പുരാവസ്തുക്കൾ ശേഖരിച്ച ആളുകളെ പറ്റിക്കുന്ന തരത്തിൽ. അപ്പോൾ ഇതിന്റെ ഒരു സുതാര്യത, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഉറപ്പ് വരുത്തുന്നത് ഇത് ഒറിജിനൽ ആണ് എന്നുള്ളത്? ഇത് ചോദിച്ചത് പ്രസക്തമായൊരു ചോദ്യമാണ്. ഇതിൽ തന്നെ ഒരുപാട് കളവ്, പറ്റിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള വസ്തുക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ അസോസിയേഷനിൽ മീറ്റിങ്ങിൽ വരുന്നതുകൊണ്ട് അവിടെ മിക്കവാറും നമ്മളെക്കാൾ സീനിയറായിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒത്തിരി പേരുണ്ട്. അതിൻ്റെ പഴക്കവും അതിൻ്റെ ലാംഗ്വേജും അതിൻ്റെ ഭാരം ഇതൊക്കെ കണക്കാക്കിയാണ് അതിൻ്റെ വിശ്വാസ്യത നോക്കുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ അതൊക്കെ നോക്കിയിട്ടേ നമ്മൾ എടുക്കത്തുള്ളൂ. അപ്പോൾ ഇത് തെറ്റായിട്ടാണ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റുകയും ചെയ്യും. അല്ലാതെ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ എങ്ങനെയാണ് അങ്ങനെ ഒരു സംഭവം, ഒരു അനുഭവം പങ്കുവെക്കാമോ? അങ്ങനെ ഒരു തെറ്റിദ്ധരിപ്പിച്ച് പൈസ കൊടുത്ത് വാങ്ങേണ്ടി വന്നത്? തെറ്റിദ്ധരിപ്പിച്ച് നമുക്കുണ്ട്. പിന്നെ അത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉടനെ തിരികെ കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മളിത് കുറെ കാലം കഴിഞ്ഞിട്ടായിരിക്കും പലരും കണ്ട് പറഞ്ഞിട്ടായിരിക്കും മനസ്സിലാകും. അങ്ങനെ ഒരു ഇതെന്താണ് അങ്ങയുടെ അനുഭവം? അതാണ്, ഒരു ഗാന്ധിജിയുടെ ഒരു 10 രൂപയുടെ ഒരു നാണയം ഉണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ ഒരു നല്ലൊരു തുക കൊടുത്താണ് വാങ്ങിയത്. അപ്പോൾ പിന്നീടാണ് മനസ്സിലായത് അത് ഡ്യൂപ്ലിക്കേറ്റ് നാണയമാണെന്ന്. അപ്പോൾ അതിനുശേഷം പ്രദർശനത്തിൽ നിന്ന് ഞാനത് മാറ്റി നിർത്തി. അപ്പോൾ നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. ചില നാണയം ഇപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടങ്ങിയ നാണയങ്ങളൊക്കെ ധാരാളമായിട്ട് വരുന്നുണ്ട്. ഇത് ഡ്യൂപ്ലിക്കേറ്റൊക്കെ വരുന്നുണ്ട്. പിന്നെ അധികം ഞാൻ അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ചില ഏജൻസിയൊക്കെ ഉണ്ട്, NBS ആണെന്ന് തോന്നുന്നു, അങ്ങനെ പേരുള്ള ഏജൻസിയൊക്കെ ഉണ്ട്. അവർ ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് പഠനം നടത്തി ഐഡൻറ്റിഫൈ ചെയ്ത് സർട്ടിഫിക്കറ്റ് ചെയ്താണ് വയ്ക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബൈബിളിൽ വിധവയുടെ ചില്ലിക്കാശ് എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട്. ആ ചില്ലിക്കാശ് ഞാൻ ഈ അടുത്ത കാലത്ത് വലിയ തുക കൊടുത്താണ് വാങ്ങിയത്. അതും ഇതേപോലെ സർട്ടിഫൈ ചെയ്ത് പഠനം നടത്തി സർട്ടിഫൈ ചെയ്ത നാണയമാണ് അത് കൈക്കലാക്കിയത്. അപ്പോൾ അങ്ങയുടെ കയ്യിൽ ഇരിക്കുന്ന എല്ലാ ശേഖരണത്തിനും അതിന്റെ ആധികാരികത പരിശോധിച്ചിട്ടുണ്ട്? ഉണ്ട്. എൻ്റെ വിശ്വാസത്തിൽ അത് എല്ലാം ഒറിജിനലാണ് എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇനി ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ എന്ന് ഇതുപോലെ അറിയുന്നവരാരെങ്കിലും കണ്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ അത് മാറ്റാൻ തയ്യാറാണ്. ഇതിന്റെ ഒരു ഭാവി എന്താണ് അങ്ങ് കാണുന്നത്? അതായത് ഈ ഒരു അങ്ങയുടെ കയ്യിലിരിക്കുന്ന വസ്തുക്കളുടെ ഒരു ഭാവി ഉണ്ടല്ലോ, അങ്ങയുടെ മനസ്സിൽ ഒരു പ്രതീക്ഷകൾ ഉണ്ടാകുമല്ലോ. നമ്മൾ ചിലപ്പോൾ ചില ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്ലബ്ബ് നിർമ്മിച്ച് അവിടേക്ക് ഇത് കൊടുക്കുക, അല്ലെങ്കിൽ അത് നമുക്കിനി ഭാവിയിലും അത് ഉപയോഗപ്രദമാകണം. എന്താണ് അങ്ങയുടെ മനസ്സിൽ ഇതിന്റെ ഒരു ഭാവി? ഇതിൻ്റെ ഭാവി എന്ന് പറയുന്നത്, മക്കൾക്ക് താല്പര്യമില്ല. 4 മക്കളുണ്ട്. അവരിൽ 4 പേരും പരീക്ഷിച്ച് അവർക്ക് വലിയ താല്പര്യമില്ല. പിന്നെ കൊച്ചുമക്കളുണ്ട്, അവരെയും പരീക്ഷിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല. എൻ്റെ ലക്ഷ്യം ഇത് തുടർന്നും ജനങ്ങളിൽ ഒരു അറിവ് കിട്ടുന്ന രീതിയിലാക്കി തീർക്കുക എന്നുള്ളതാണ്. പിന്നത്തെ കാര്യം അറിയില്ല, ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ശേഖരണത്തിനൊക്കെ ഒരുപാട് എക്സിബിഷനിലൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് ഈ അവാർഡുകളൊക്കെ ലക്ഷ്യം വെച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അങ്ങയുടെ ഇത് എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഒരു 100 എണ്ണത്തിന്റെയും ഒരു ഏകദേശം വളരെ ഭാഗങ്ങളൊക്കെ
എൻ്റെ കൂടെ ഒരു സ്നേഹമുള്ള ഒരു അധ്യാപകനായതിനാൽ ഞാനും അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒത്തിരി അങ്ങ് നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ട അവാർഡുകൾ അങ്ങേ തേടി എത്തിയിട്ടുണ്ടോ? ഇപ്പൊ നമുക്ക് ഗിന്നസ് റെക്കോർഡിൽ വേണമെങ്കിലും കയറാൻ കഴിയുന്ന തരത്തിലുള്ള ശേഖരണം അങ്ങയുടെ കയ്യിലുണ്ട്. അപ്പൊ അതിനൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ? ഇപ്പൊ നമുക്ക് 2022 ഏറ്റവും മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് അംഗീകരിച്ചിട്ടുണ്ട്. അതിൽ ഈ പോത്തീസ് ജുവലറി ഒരു ഗോൾഡൻ ടീച്ചേഴ്സ് അവാർഡ് കൊടുക്കാറുണ്ട്. 2023 ആ അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നെയ്യാറ്റിൻകര ചെല്ലൻ സാർ സ്മാരക അവാർഡ് കൊടുത്തിട്ടുണ്ട്. അധ്യാപകൻ എന്ന നിലയിൽ കിട്ടിയതല്ലേ ഈ ഒരു എക്സിബിഷന് മാത്രമായിട്ട് അങ്ങനെ കിട്ടിയിട്ടില്ല. സംഘടനകൾ നമ്മൾ ഈ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അവരുടേതായിട്ടുള്ള ആദരിക്കല് അത് ചെയ്തിട്ടുണ്ട്. ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറാനുള്ള എന്തെങ്കിലും ഒരു സാധ്യതയെ കുറിച്ച് അന്വേഷിച്ചു? റെക്കോർഡിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ. പക്ഷെ അതിലോട്ട് പോകുമ്പോൾ അധികം ചെലവ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതെല്ലാം അങ്ങയുടെ കയ്യിൽ നിന്നാണ് വഹിക്കുന്നത് അല്ലേ? അതെ, നമ്മളുടെ കയ്യിൽ നിന്ന് വഹിച്ചു ലക്ഷങ്ങൾ അതിന് ചെലവ് വേണ്ടി വരുന്നതാണ്. എനിക്ക് അതിനോട് താല്പര്യമില്ല. നിലവിൽ അതിന് താല്പര്യമില്ല. ചെലവ് ഉണ്ടാക്കി ഇത് ചെയ്യുന്നതിനോട് താല്പര്യമില്ല. ഇനി എന്താണ് ഇനി അങ്ങയുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ? ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് അതിനെ, അതായത് ഇപ്പോൾ റിട്ടയർഡ് ആണ്, ഇനി എങ്ങനെയാണ് ഇതിന് എക്സിബിഷൻ എന്നുള്ള തരത്തിലേക്ക് തന്നെയാണോ? അപ്പോൾ അതായത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്നുള്ള ഒരു പ്ലാൻ ഇല്ല, എന്താണ് ലൈഫിലൊരു പ്ലാൻ ഇനി അങ്ങോട്ട്? പ്ലാന് ഞാൻ കഴിഞ്ഞ പെൻഷൻ ആകുന്നത് വരെ 19 വർഷവും പ്രഥമാധ്യാപകനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പലതും അതിനെ ഒഴിവാക്കി പ്രധാനപ്പെട്ടകൾ മാത്രമേ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഫ്രീ ആയി. അപ്പോൾ അന്ന് പ്രഥമാധ്യാപകൻ്റെ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫ്രീ ആയി. അപ്പോൾ പരമാവധി എല്ലാ സ്കൂളുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും ഈ പറഞ്ഞ പോലെ ഗ്രാമങ്ങളിലൊക്കെ ഇത് പ്രദർശിപ്പിക്കുകയും അത്തരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട അറിവ് കൊടുക്കലാണ് ഇനിയുള്ള പ്രധാന ലക്ഷ്യം. ഞാൻ നേരത്തെ ചോദിക്കാൻ വിട്ടുപോയ ചില കാര്യങ്ങളാണ്. അതായത് ആദ്യമായി അങ്ങേക്ക് ഏറ്റവും വിലപിടിപ്പുള്ളത് അയ്യോ കിട്ടി എന്ന് നമ്മൾ അത്രത്തോളം പ്രതീക്ഷയോടെയും എന്നാൽ അത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന വലിയ സന്തോഷം ഉണ്ടാവില്ല, അങ്ങനെ ലഭിച്ച ഏതെങ്കിലും ഒരു വസ്തുവുണ്ടോ? അങ്ങനെ കിട്ടുന്നതെല്ലാം വിലപിടിപ്പുള്ളത് തന്നെയാണ്. ഏറ്റവും കാത്തിരുന്ന് കിട്ടിയത് അല്ലെങ്കിൽ ആർക്കും കിട്ടാൻ സാധ്യതയില്ലാത്തത് കിട്ടി എന്ന് തോന്നിയ ഒരു സാധനം? അങ്ങനെയുള്ള ഒരു വസ്തുക്കളുമില്ല. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടാൻ സാധ്യതയുള്ളത് തന്നെയാണ്. അങ്ങനെ അപൂർവമായിട്ടുള്ള എനിക്ക് കിട്ടുന്നതാണ് ഈ പറഞ്ഞ ഞാനൊരു മതവിശ്വാസിയാണ്, ക്രിസ്ത്യാനിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ യൂദാസിനെ ഒറ്റിക്കൊടുത്തതിന് കിട്ടിയതാണ്. ഇപ്പോൾ ഞാൻ ഈ പ്രത്യേക വിഷയം കണക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ബൈബിൾ തീമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അതിലേറ്റവും എന്താണ് മൂല്യമുള്ളതെന്ന് തോന്നിയ ഒരു ശേഖരണം ഏതാണ്? അതാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ലാതെ മറ്റൊന്ന്? അതുപോലെ പിന്നെ വിധവയുടെ ചില്ലിക്കാശ്, പിന്നെ വിശുദ്ധരുടെ ചിത്രങ്ങളുള്ള കറൻസികളും നാണയങ്ങളും, അത് അപൂർവം സാധനമാണ്. പിന്നെ തിരുശേഷിപ്പുണ്ട്, സിസ്റ്റർ അൽഫോൺസയുടെ തിരുശേഷി. അത് അങ്ങയുടെ കയ്യിലുണ്ട്. അതങ്ങനെ സൂക്ഷിക്കാമോ? വിശ്വാസം അനുസരിച്ച് ആദരവോടുകൂടി സൂക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയുടെ തന്നെ ഇവരുടെ മദർ തെരേസയുടെയും സിസ്റ്റർ അൽഫോൺസയുടെയും ചിത്രമുള്ള നാണയങ്ങൾ, 100 രൂപയുടെ നാണയങ്ങൾ, അതൊക്കെ കയ്യിലുണ്ട്. നമ്മുടെ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഏറ്റവും പഴയത് എന്ന് മനസ്സിലായി? എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള? രാജ്യവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നമ്മുടെ BC 2600 വർഷം മുമ്പ് വരെ നമ്മുടെ ഇന്ത്യയിൽ നാണയങ്ങളുണ്ടായിരുന്നു. ഓക്കെ, അതുമുതലുള്ള നാണയങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ നാട്ടുരാജ്യങ്ങൾ, നമ്മുടെ തിരുവിതാംകൂർ, കൊച്ചി, വേണാട്, അതുപോലെ തന്നെ കണ്ണൂർ, കോഴിക്കോട്, ഇതൊക്കെ നമ്മുടെ നാട്ടുരാജ്യങ്ങളാണ്. ഈ നാണയങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഏകദേശം 400ഓളം നാട്ടുരാജ്യങ്ങളുണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ 300-ലധികം നാണയങ്ങളുമുണ്ട്. അതാണ് ഞാനിപ്പോൾ കൂടുതൽ ശ്രദ്ധിച്ച് ശേഖരിക്കുന്നത്. എനിക്കൊന്ന് 200-ലധികം നാണയങ്ങൾ, ആ നാട്ടുരാജ്യങ്ങളിലെ നാണയങ്ങൾ ഇപ്പോൾ കയ്യിലുണ്ട്. ഇതെങ്ങനെയാണ് ഇത് കണ്ടെത്തുന്നത്? നിങ്ങളുടെ ഈ സൊസൈറ്റി വഴി, സംഘടന വഴി മാത്രമാണോ ഇതിനുള്ള ഒരു അവൈലബിലിറ്റി ഉള്ളത്? അതെ, നാണയം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പഠനം നടത്തി അത് കൃത്യമായിട്ട് ഉള്ള ക്ലാസ് നമുക്ക് കിട്ടും. അങ്ങനെയാണ് നമ്മൾ മിക്കവാറും പഠിക്കുന്നത്. പിന്നെ നമ്മൾ വർഷം തോറും പുസ്തകങ്ങളും ഇറക്കാറുണ്ട്. പാന എന്ന സംഘടനയുടെ പേരിൽ ഇതിൻ്റെ പഠനമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ ഓരോ വർഷവും ഇറക്കാറുണ്ട്. പിന്നെ ഇതുമായി പഠനം നടത്തി നമ്മുടെ കൂട്ടത്തിലുള്ള ഒത്തിരി വിശിഷ്ട വ്യക്തികളൊക്കെ ഉണ്ട്. ഡോക്ടറേറ്റ് അങ്ങനെ എടുത്ത ഒത്തിരി ആളുകളുണ്ട്.
അവരൊക്കെ പഠനം നടത്തി പുസ്തകങ്ങൾ രചിക്കും. പിന്നെ ക്ലാസ്സുകളിലൂടെയൊക്കെ നമുക്ക് ഇതിൻ്റെ കൃത്യമായിട്ട് അറിവ് കിട്ടാറുണ്ട്. അങ്ങേക്ക് ഈ ഒരു ഹോബിയിലൂടെ ഒരു വിനോദത്തിന് കൂടി ചെയ്തു തുടങ്ങിയതാണല്ലോ, ഇങ്ങനെ ഒരു ഹോബിയിലൂടെ അങ്ങയുടെ ജീവിതത്തിൽ ലഭിച്ച എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയാമോ? എന്താണ് അങ്ങേക്ക് ലഭിച്ചത് അനുഭവം? എനിക്ക് ലഭിച്ചത് കുറേ സുഹൃത്തുക്കൾ, ഈ മേഖലയിലുള്ള സുഹൃത്തുക്കൾ, പിന്നെ അറിവ്. ഞാൻ വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളല്ല, എങ്കിലും ഇതിൽ നിന്ന് ഒത്തിരി അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഇതുവഴി ഒത്തിരി അറിവും സന്തോഷവും പകർന്നു കൊടുക്കാൻ കഴിയുന്നുണ്ട്. അതായത് പിന്നെ എൻ്റെ ജീവിതം എന്ന് പറയുന്ന ഒരു അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതമാക്കി തീർത്തിട്ടുണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. ഇപ്പോൾ ഒരു കാര്യത്തിൽ ഒരു സംഘാടന മികവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുവഴി. പിന്നെ അറിവ് തേടിപ്പോകാനുള്ള ഒരു ജിജ്ഞാസ, എന്തും പഠിക്കാനുള്ള ഒരു ജിജ്ഞാസ, അതൊക്കെയാണ് ഇതിൽ നിന്ന്. അതെ, ഒത്തിരി സൗഹൃദം വളരെ പ്രധാനപ്പെട്ടതാണ്. അറിവ്, സൗഹൃദം. കുട്ടികൾക്ക് എങ്ങനെയാണ് അതായത് പിള്ളേരൊക്കെ ഇപ്പോൾ ഭയങ്കര പഠിത്തത്തിന്റെ ലോകത്താണ്, പുസ്തക പുഴുക്കളാണ് ഇപ്പോഴത്തെ പിള്ളേർ. പ്രത്യേകിച്ച് ഗവൺമെന്റ് സ്കൂളിലാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ ലിബറൽ ആയിട്ടൊക്കെ പിള്ളേർ പഠിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മിക്ക മാതാപിതാക്കളും CBSE സ്കൂളുകളിലൊക്കെയാണ്. അവർക്കൊന്നിനും സമയമില്ല. ഇത് സാറിന്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ് മുതൽ ഇന്ന് വരെ, ഇന്ന് സാറിന്റെ റിട്ടയർമെന്റും കഴിഞ്ഞ് എന്നോടൊപ്പം ഇരിക്കുന്നത് വരെ സാർ കളക്ഷനിലാണ്, അല്ലെങ്കിൽ അങ്ങയുടെ ഒരു വിനോദം പോലെ ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള ഒരു സമയമില്ല. എന്താണ് നമ്മുടെ കുട്ടികളോട് പറയാനുള്ളൊരു കാര്യം? കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഇതിലൊരു ശാസ്ത്രീയമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. എന്ന് പറഞ്ഞാൽ പഠനം പറയുന്നത്, നമുക്ക് തലച്ചോറുണ്ടല്ലോ, ഈ തലച്ചോറിനെ 2ആയിട്ട് പകുത്തിട്ടുണ്ട്. വലത്തെ തലച്ചോറെന്നും ഇടത്തെ തലച്ചോറെന്നും. നമ്മൾ വലത് കൈ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഇടത്തെ തലച്ചോറാണ്, ഇടത് കൈ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് വലത്തെ തലച്ചോറാണ്. അപ്പോൾ നമ്മൾ നിർഭാഗ്യവശാൽ എപ്പോഴും വലത് കൈയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇടത്തെ തലച്ചോറ് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മുഴുവൻ തലച്ചോറും പ്രവർത്തിക്കണമെങ്കിൽ 2 കൈകളും ഒരേപോലെ ഉപയോഗിക്കണം. അതിന് സഹായിക്കുന്നതാണ് ഈ ഹോബി. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ ഒത്തിരി മഹാന്മാർ, വളരെ VIP-കളായിട്ടുള്ള ഒത്തിരി പേർക്ക് ഇതിൻ്റെ ശേഖരമുണ്ട്. അവർ രഹസ്യമായിട്ടല്ലെങ്കിൽ അവർ ശേഖരിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിനോദം എനിക്ക് പലരെയും നേരിട്ട് അറിയാം, അത്തരത്തിൽ വിനോദമുള്ളത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു ടെൻഷൻ വന്നാൽ, ഒരു ബുദ്ധിമുട്ട്, വിഷമം വന്നാൽ, ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ആൽബം എടുക്കും, തുറന്നു നോക്കും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചെയ്യും. നമ്മുടെ ടെൻഷനും വിഷമമൊക്കെ മാറിപ്പോകും. എന്നുവെച്ചാൽ നമ്മുടെ മാനസിക പിരിമുറുക്കം വിട്ടുകളയുന്ന ഒരു സംഗതി. അതുപോലെ തന്നെ കൊച്ചു അസുഖങ്ങൾ, നമുക്ക് ബാഹ്യമായിട്ടുള്ള ചെറിയ അസുഖങ്ങൾ, മാനസികമായിട്ടുള്ള അസുഖമാണല്ലോ പ്രധാനമായിട്ടും മനുഷ്യനെ നിയന്ത്രിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ടെൻഷൻ ഇല്ലാതാക്കാൻ ഇത് വളരെയേറെ ഉപകരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വിദ്യാർത്ഥികളോട് പറയാനുള്ള, ഇന്ന് എല്ലാം സോഷ്യൽ മീഡിയയും മൊബൈൽ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നവർ, അവർക്ക് ഈ ഹോബി പകർന്നു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബുദ്ധിയും ഉണ്ടാവും, അവരുടെ ജീവിതത്തിലെ ഒരു വ്യക്തിത്വ വികസനത്തിന് സഹായിക്കുന്ന ഒരു സംഗതിയാണ്. അങ്ങനെ സ്കൂളിൽ ഇതെങ്ങനെയാണ് കുട്ടികൾക്ക് മാതൃകാപരമായി ഏതെങ്കിലും ഇതിലൊരു കോൺസ്റ്റന്റ് ആയിട്ട് അതിനെ കുട്ടികൾക്ക് കിട്ടുന്ന തരത്തിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ ആ രീതിയിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രവൃത്തി പരിചയമേള, ഈ കളക്ഷൻസ് നടക്കുന്ന ഒരു സമയമാണല്ലോ. ഏകദേശം 10ഓളം സ്കൂളുകളിലെ കുട്ടികൾക്ക് ഞാനിപ്പോൾ പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ കൊടുക്കുന്നുണ്ടല്ലേ? അതെ, ആ കുട്ടികളെ പഠിപ്പിച്ച് അവരെ ഈ രീതിക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ കിട്ടുന്ന അവസരമൊക്കെ സ്കൂളുകളിൽ പോകുമ്പോൾ. പിന്നെ ഇതുകൂടാതെ ഒരു ജപ്പാൻ കലയായ ഒറിഗാമി എന്ന് പറയുന്ന ഒരു കടലാസ് മടക്കിൻ്റെ ഒരു കല കൂടെ ഉണ്ട്. അതിൻ്റെ ഒരു പരിശീലകൻ കൂടിയാണ് ഞാൻ. അപ്പോൾ ആ പരിശീലനം കൊടുക്കുമ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ ഒറിഗാമി ചെയ്യുമ്പോൾ 2 കൈ വെച്ച് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ. അപ്പോൾ അതിലൂടെ കുട്ടികളുടെ ബുദ്ധി വികാസത്തിന് സഹായിക്കുന്ന ഒരു കലയാണ്. അതും കൂടി ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കും അല്ലേ? അതെ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ട് പോകുന്നത്. അതിപ്പോൾ ഈ വർഷം മുതൽ സർക്കാർ വിഷയമാക്കിയിട്ടുണ്ട്, മത്സര വിഷയമാക്കി കൊടുത്തിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഏറ്റവും നല്ല അധ്യാപകനുള്ള, നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ ഏറ്റവും നല്ല അധ്യാപകനുള്ള അവാർഡ് കൂടി വാങ്ങിച്ച ഒരു വ്യക്തിയോടൊപ്പമാണ് ഞാൻ ഇരിക്കുന്നത്. നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സ്കൂളുകളിൽ നടപ്പിലാക്കേണ്ട, ഇതുമായി ബന്ധപ്പെട്ട് ചരിത്ര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നടപ്പിലാകേണ്ട എന്തെങ്കിലും ഉണ്ടോ എന്ന് അങ്ങേക്ക് കൃത്യമായി പറയാൻ കഴിയും? കാരണം പ്രധാന അധ്യാപകനായി 30 വർഷത്തോളം പരിചയമുണ്ട്. എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ വർക്ക് എക്സ്പീരിയൻസ് മേള, ഇതൊക്കെ ഈ മത്സരം വരുമ്പോൾ മാത്രമല്ല കൊടുക്കേണ്ടത്. ഈ കുട്ടികൾക്ക് പാഠ്യ വിഷയമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പരിശീലനമോ ക്ലബ്ബായിട്ടോ മാറണം.
നമ്മൾ ഈ ചെയ്യുന്ന ഈ ഫിലാറ്റലി ആൻഡ് ന്യൂമിസ്മാറ്റിക്, അതായത് സ്റ്റാമ്പ് കളക്ഷനും നാണയം കറൻസി കളക്ഷനും പുരാവസ്തു കളക്ഷനൊക്കെ പാഠ്യ വിഷയത്തിൽ ഉൾപ്പെടുത്തണം. അതൊരു അസൈൻമെന്റ് ആയിട്ട് തന്നെ കൊടുക്കണം, ഒരു ഹോബിയായിട്ട്, കുട്ടികൾക്ക് ഒരു ഹോബിയായിട്ട് മാറണം ഇത്. അപ്പോൾ ഈ ക്ലബ്ബുകൾ സ്കൂളുകൾ രൂപീകരിക്കേണ്ട അത്യാവശ്യമാണ്. ഞാൻ എൻ്റെ സംഘടന വഴി പലപ്പോഴും ഞാനത് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. കാരണം അതിൽ പറഞ്ഞു വരുമ്പോൾ മറ്റേ ഈ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അധ്യാപകർക്ക് ഡ്യൂട്ടി സർട്ടിഫിക്കറ്റുകളൊക്കെ സർക്കാർ ഇഷ്യൂ ചെയ്യാറുണ്ട് സമ്മേളനം നടക്കുമ്പോൾ. പക്ഷേ ഞാനിങ്ങനെ സ്കൂളുകളിൽ ഇത് ഈ എക്സിബിഷനായിട്ട് നടക്കുമ്പോൾ എനിക്കിതുവരെ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. ഞാൻ സ്കൂളിൽ നിന്നും ഇതിൽ നിന്ന് ലീവ് എടുത്തിട്ടാണ്, കേഷ്യൽ ലീവ് എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അവിടെ സ്കൂളിൽ ഞാൻ ലീവ് എടുക്കുന്നത് മിക്കവാറും ഈ എക്സിബിഷൻ നടത്തുന്നതാണ്. അപ്പോൾ ഇത് ഈ ഹോബി പ്രോത്സാഹിപ്പിക്കാനായിട്ട് സർക്കാർ ഇതൊരു ക്ലബ്ബായിട്ട് അംഗീകരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കണമെന്നും കൂടെ എനിക്കൊരു ആവശ്യപ്പെടുക. എന്തായാലും നന്ദി സാർ. ഒരുപാട് അനുഭവങ്ങളും അല്ലെങ്കിൽ സാറിൻ്റെ കയ്യിലുള്ള കളക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അധ്യാപന ജീവിതത്തെയും കുറിച്ച് പങ്കുവച്ചതിന് എന്തായാലും നന്ദി.